ആവശ്യമുള്ളവർക്കല്ല, അർഹിക്കുന്നവർക്ക് നമ്മുടെ സമയം നൽകുക. അതാകുമ്പോൾ നമുക്ക് നഷ്ടബോധമുണ്ടാവില്ല. ഒന്നും വേണ്ടായിരുന്നു എന്ന് തോന്നുന്നത് നമ്മൾ അവർക്കൊന്നും അല്ലായിരുന്നു എന്ന് മനസ്സിലാകുമ്പോഴാണ്. ഒരുപാട് തവണ വാക്ക് തരുന്നവരെയും എപ്പോഴും സത്യം ചെയ്യുന്നവരെയും വിശ്വസിക്കരുത്. ഇത് പാലിക്കുന്നവരൊന്നും വീണ്ടും വീണ്ടും പറഞ്ഞു നടക്കാറില്ല. ജീവിതത്തിൽ പലരും ഒന്നുമില്ലാതെ കടന്നു പോകുന്നു. അതിനാൽ നിങ്ങളുടെ കയ്യിലുള്ളതിനെ ചേർത്ത് പിടിക്കുക. അതിൽ നന്ദിയുള്ളവരായിരിക്കുക. വേദനിപ്പിക്കാൻ എല്ലാവർക്കും കഴിയും. എന്നാൽ വേദനിക്കുന്നവർക്ക് അത് എത്ര ആഴത്തിൽ അനുഭവപ്പെടുമെന്നോ എങ്ങനെ ഉരുകിത്തീരുന്നുവെന്നോ അവർക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. എന്തിനെയാണോ നമ്മൾ ഭയക്കുന്നത് അതിനെതിരെ തന്നെ നമ്മൾ പ്രവർത്തിച്ചു തുടങ്ങണം. കാരണം ചിന്തയിലൂടെയല്ല, പ്രവൃത്തിയിലൂടെയാണ് ആത്മവിശ്വാസവും ധൈര്യവും വളർന്നു വരുന്നത്. സന്തോഷമായി ജീവിക്കുക എന്നതാണ് പ്രധാനം. അല്ലാതെ അത് മറ്റുള്ളവരെ അറിയിക്കണമെന്ന് നിർബന്ധമില്ല. ഓർക്കുക, എല്ലാവരും നമ്മുടെ സന്തോഷം ആഗ്രഹിക്കുന്നവരല്ല. സങ്കടങ്ങൾ പങ്കുവയ്ക്കാനും സ്വീകരിക്കാനും ആരും കാണില്ല. അതിനാൽ ദുഃഖത്തിൽ നമ്മെ ചേർത്ത് പിടിക്കുന്നവരെ ഒരിക്കലും കൈവിടാതിരിക്കുക. സന്തോഷം എന്നത് നിങ്ങൾ ഭാവിയിലേക്ക് മാറ്റിവെക്കേണ്ട ഒന്നല്ല. അത് നിങ്ങൾ ഇന്നത്തേക്ക് രൂപകൽപ്പന ചെയ്യേണ്ട ഒന്നാണ്. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയെയും നിങ്ങളെ ചതിക്കാനായി കാത്തിരിക്കുന്ന വ്യക്തിയെയും നിങ്ങൾക്ക് എപ്പോഴും പെട്ടെന്ന് മനസ്സിലായെന്ന് വരില്ല. അതാണ് ജീവിതം. ജീവിതത്തിൽ വിഷമതകൾ അനുഭവിക്കുമ്പോൾ നമ്മുടെ മനസ്സിനോട് ഇങ്ങനെ പറയണം: ഒരു വേദനയുണ്ടെങ്കിൽ അതിന് തുല്യമായ നേട്ടവും ജീവിതത്തിൽ ഉണ്ടാകും. 2 നാവുള്ള വിഷപ്പാമ്പിനേക്കാൾ അപകടകാരിയാണ് ഒരു നാവുകൊണ്ട് 2 തരത്തിൽ സംസാരിക്കുന്ന മനുഷ്യൻ. നമ്മുടെ മനസ്സിൽ നമ്മുടേതായ ശരികളുണ്ടാകും. അത് മറ്റുള്ളവർക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മുടെ അനുഭവങ്ങൾ അവർക്കുമുണ്ടാകണം. ഊഹങ്ങൾ തെറ്റിയേക്കാം, പക്ഷേ അനുഭവങ്ങൾ ഒരിക്കലും തെറ്റില്ല. കാരണം ഊഹം നമ്മുടെ മനസ്സിൻ്റെ സങ്കല്പവും അനുഭവം ജീവിത പാഠവുമാണ്. നല്ലത് ചിന്തിക്കുക, നല്ലത് പ്രവർത്തിക്കുക, മറ്റുള്ളവർക്ക് നല്ലത് ചെയ്യുക, നല്ലതിനു വേണ്ടി പ്രാർത്ഥിക്കുക. എങ്കിൽ ഇവയൊക്കെ നിങ്ങൾക്ക് നിശ്ചയമായും തിരികെ ലഭിക്കും. ആരുടെയും മുന്നിൽ നിങ്ങൾ സ്വയം ന്യായീകരിക്കേണ്ട ആവശ്യമില്ല. കാരണം ആർക്കാണോ നിങ്ങളെ വിശ്വാസമുള്ളത് അവരുടെ മുന്നിൽ ന്യായീകരണങ്ങൾ ആവശ്യമില്ല. ആർക്കാണോ നിങ്ങളെ വിശ്വാസമില്ലാത്തത് അവർ നിങ്ങൾ എന്തു പറഞ്ഞാലും അംഗീകരിക്കുകയുമില്ല. ആഴമേറിയ സ്നേഹബന്ധങ്ങളിലും ആദരവ് നൽകിയ കുടുംബ ബന്ധങ്ങളിലും വിള്ളൽ വീഴ്ത്താൻ കഴിയുന്ന സത്യമാണ് പണവും വിശ്വാസവും. നിങ്ങൾ സഹിച്ച വേദനകൾ നിങ്ങളെ ശക്തരാക്കുന്നു. നിങ്ങളുടെ ഭയങ്ങൾ നിങ്ങളെ അന്തിമമായി ധൈര്യശാലികളാക്കുന്നു. നിങ്ങൾ നേരിട്ട തകർച്ചകളും നഷ്ടങ്ങളും നിങ്ങളെ വിവേകമുള്ളവരാക്കുന്നു. ആദ്യം മറക്കുന്നവരാണ് ഏറ്റവും സന്തോഷവാന്മാർ. ആദ്യം ക്ഷമിക്കുന്നവരാണ് ഏറ്റവും ശക്തൻ. ആദ്യം ക്ഷമ ചോദിക്കുന്നവരാണ് ഏറ്റവും ധീരൻ. അകന്നുപോയ ബന്ധങ്ങളെ വീണ്ടും നിങ്ങളിലേക്ക് അടുപ്പിക്കാൻ ശ്രമിക്കരുത്. ആ ബന്ധങ്ങൾക്ക് പഴയ പോലെയുള്ള അടുപ്പവും സ്നേഹവും ആത്മാർത്ഥതയും ഇനി ഒരിക്കലും ഉണ്ടാവില്ല.